റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 11 സഫർ മാസം 29-ാം തീയതി ശക്തമായ മരണത്തിന് മുന്നോടിയായിട്ടുള്ള രോഗത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. ഒരു സഫർ മാസത്തിലാണ് ബിദായത്തുൽ മറദ്. മരണത്തിന് മുമ്പ് ശക്തമായ വേദനയുണ്ടായിരുന്നു. അതിന്റെ ആരംഭം സഫർ മാസത്തിലെ 29-ാമത്തെ തീയതിയിലാണ്. വകാന യൗമുൽ ഇസ്നൈൻ, അതൊരു തിങ്കളാഴ്ചയായിരുന്നു. ഷഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസത്തൻ ഫിൽ ബഖീഅ. ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീൽ പോയി ഒരു ജനാസയിൽ പങ്കെടുത്തു. ഫലമ്മാ റജഅ വഹുവ ഫി ത്വരീഖി അഖദഹു സുദാഉൻ ഫി റഅസിഹി. അങ്ങനെ ജനാസയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ ശക്തമായ തലവേദന അനുഭവിക്കുകയാണ്. വത്തഖദത്തിൽ ഹറാറ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൂട്, പനി ഉയർന്നുയർന്നു വരികയാണ്. എത്രത്തോളം? ഹത്താ ഇന്നഹും യജിദൂന സൗറതഹാ ഫൗഖൽ ഇസാബത്തി അല്ലതി യഅസിബു ബിഹാ റഅസഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു കെട്ടുണ്ടായിരുന്നു, ഒരു തലപ്പാവുണ്ടായിരുന്നു. ആ തലപ്പാവിന്റെ മുകളിലേക്ക് ആ പനിയുടെ ചൂട് വരുന്ന രൂപത്തിൽ ശക്തമായ തലവേദനയും ശക്തമായ പനിയും ബാധിക്കുകയുണ്ടായി. വഖദ് സല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാസി വഹുവ മരീദുൻ 11 യൗമൻ. ഇങ്ങനെ രോഗിയായിരിക്കെ ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് 11 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും വജമീഉ അയ്യാമിൽ മരീദ് കാനത് 13 ഔ 14 യൗമൻ. രോഗം ബാധിച്ച മുഴുവൻ ദിവസങ്ങളിലും അത് 13 ദിവസമോ 14 ദിവസമോ എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ വസഖുൽ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറദ്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ പ്രവാചകന്റെ രോഗം കഠിനമായി അത് വർദ്ധിച്ചു വന്നു. ഫജഅല യസ്അലു അസ്വാജഹു യഖൂൽ. ഇങ്ങനെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു വന്ന സാഹചര്യത്തിൽ തന്റെ ഭാര്യമാരോട് അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു, ഐന അന ഗദൻ, ഐന അന ഗദൻ. ഞാൻ നാളെ എവിടെയാണ്, ഞാൻ നാളെ എവിടെയാണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. യുരീദു യൗമ ആയിഷ. പ്രവാചകന്റെ ഉദ്ദേശം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഓരോ ഭാര്യമാരുടെയും വീട്ടിൽ മാറി മാറി താമസിച്ചിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ദിനങ്ങളിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഫാദിന ലഹു അസ്വാജഹു അൻ യകൂന ഹൈതു ശാഅ. റസൂലുള്ളാഹിന്റെ ഉദ്ദേശപ്രകാരം, ആഗ്രഹപ്രകാരം ബാക്കിയുള്ള ഭാര്യമാര് അതിന് അനുവാദം കൊടുക്കുകയും ഫകാന ഫീ ബൈതി ആയിഷ ഹത്താ മാത ഇൻദഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവസാനത്തെ ദിനരാത്രങ്ങളിൽ മരണം വരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വകാനത് ആയിഷതു തഖറഉ ബിൽ മുഅവ്വിദാത് വൽ അദ്ഇയതി അല്ലതി ഹഫിളതഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅവ്വിദാത്ത് അഥവാ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇതുപോലെയുള്ള സൂറത്തുകൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുള്ള ദുആകൾ, അതെല്ലാം ഓതുകയും
فكانت تنفث على نفسي റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഊതി കൊടുക്കുകയും വതംസഹു ബിയദി റജാഅൽ ബർക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നബിയുടെ കരങ്ങൾ കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തടഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം തന്റെ കരങ്ങളെക്കാൾ ബർക്കത്ത് മുത്തനബിയുടെ കൈകൾക്കുണ്ടല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അപ്രകാരം ചെയ്തത്. വയൗമൽ അർബിഅഇ ഖബ്ല അയ്യാമിൽ മിനൽ വഫാത്ത്, മരണപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബുധനാഴ്ച ദിവസം ഇത്തഖദത് ഹറാറത്തുൽ ഇല്ലതി ഫീ ബദനി, രോഗത്തിന്റെ ചൂട് അഥവാ പനി അത് കഠിനമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഓരോ ദിവസങ്ങൾ കഴിയും തോറും രോഗം മൂർച്ഛിച്ച് വരികയാണ്. ശക്തമായ തലവേദന അനുഭവിക്കുകയാണ്, ശക്തമായ പനി ബാധിക്കുകയാണ്. ഏറെ ശക്തമായ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കാരണം നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ബോധം നഷ്ടപ്പെട്ട് ശക്തമായ രോഗം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ബോധം തിരിച്ചു വരുമ്പോഴെല്ലാം 7 വ്യത്യസ്ത കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം എന്റെ ശരീരത്തിൽ ഒഴിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഈ വെള്ളം ഒഴിച്ച് കുറച്ച് സുഖം പ്രാപിച്ചാൽ ജനങ്ങളിലേക്ക് പോകണം, അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തന്റെ ശരീരത്തിൽ വെള്ളം ഒഴിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ വലിയ പാത്രമുണ്ടായിരുന്നു. ആ വലിയ പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹഫ്സ ബീവിക്ക് ഒരു വലിയ പാത്രമുണ്ടായിരുന്നു. ആ പാത്രത്തിൽ മുത്തുനബിയെ ഞങ്ങൾ ഇരുത്തി. ഫസബബനാ അലൈഹിൽ മാഅ സബ്ബാ, അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ അല്പാൽപമായി ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം ഒഴിച്ച ശേഷം അദ്ദേഹത്തിന് ഒരൽപ്പം ആശ്വാസം തോന്നി. അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് ഒരൽപ്പം ലഘുവായ ഒരു അനുഭവം അദ്ദേഹത്തിന് അനുഭവിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം തലയിൽ ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി അവിടെ ഇരുന്നു. ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും സഹാബത്ത് കൂടിയിരിക്കുകയാണ്. ആ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കുളിച്ച് ശുദ്ധിയായി പള്ളിയിലേക്ക് വന്നിട്ട് ആ പള്ളി മെമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പ്രധാനമായി നൽകിയ ഉപദേശം എന്താണെന്ന് അറിയുമോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്ആറാ തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദ നസറാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ട്. എന്താണ് യഹൂദികളെ നസറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനുള്ള കാരണം? മുത്തനബി പഠിപ്പിക്കുകയാണ്, മറ്റൊരു കാരണവുമില്ല, വേറൊരു കാരണവുമില്ല. അവരെ ശപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൂതന്മാരെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാര് മരണപ്പെട്ടപ്പോൾ അവരുടെ ഖബറുകൾ അവർ ആരാധനാലയമാക്കി. ആ ഖബറുകളിൽ അവർ പോവുകയും തന്റെ പ്രയാസങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കേണ്ടതിന് പകരം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചാൽ ഹസ്ബി അല്ലാഹ് എന്ന് പറയേണ്ടതിന് പകരം അവർ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാലയമാക്കിയതിന്റെ പേരിൽ ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ, അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെയും നസറാക്കളെയും ശപിച്ചിരിക്കുന്നു.
നിങ്ങൾ അതുപോലെ ആകരുത് എന്ന ഉപദേശമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളുകളിൽ പള്ളി മിമ്പറുകളിൽ വെച്ച് അവിടെ കൂടിയ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഫസനയുഅബദ, എന്റെ ഖബറിനെ ഒരിക്കലും അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ, എന്റെ ഖബറിനെ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖബർ മുമ്പ് മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാർ അവരുടെ ഖബറുകൾ ആരാധിക്കപ്പെട്ടതുപോലെ യഹൂദികളും നസറാക്കളും നബിമാരുടെ ഖബറുകളിൽ ചെന്ന് പ്രാർത്ഥനകൾ നടത്തിയതുപോലെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അവിടെ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കമോ എന്നൊരു പേടി അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി, അല്ലാഹു എന്റെ ഖബറിനെ നീയാക്കല്ലേ, ഫസനയുഅബദ, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ആ പള്ളി മെമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നമസ്കരിച്ചു. പിന്നീട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മെമ്പറിലേക്ക് തന്നെ മടങ്ങുകയാണ്. അവിടെ മിമ്പറിൽ ഇരുന്നു. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുകയാണ്. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖബറുകളെ ആരാധിക്കരുത്, ഖബർ ആരാധന ഇസ്ലാമല്ല. ആ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ പിഴച്ചു പോകാനുള്ള കാരണം, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് ഇരയാകാനുള്ള കാരണം, അവർ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാലയമാക്കി എന്ന വിഷയം അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും ദുഹർ നമസ്കാരത്തിന് ശേഷം ജനങ്ങളെ ഉണർത്തുമ്പോ എന്റെ ഖുത്ബ കേൾക്കുന്ന വിശ്വാസികളെ വിശ്വാസിനികളെ, ആ വിഷയത്തിന്റെ ഗൗരവമെത്രയാ, ആ വിഷയത്തിന്റെ ഗൗരവമെത്രയാ. ഒരു തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു, നമസ്കാരത്തിന് വേണ്ടി പള്ളി മെമ്പറിൽ നിന്ന് ഇറങ്ങി നമസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കയറിയിട്ട് പറയാ, നിങ്ങൾ ഖബറുകൾ ആരാധിക്കരുത്, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ പിഴച്ചു പോകാനുള്ള കാരണം അതാണ് എന്ന് പഠിപ്പിക്കുമ്പോ ആ വിഷയം എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാടുവിടേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഏറ്റെടുത്ത അൻസാറുകളുണ്ടല്ലോ, അവരെ കുറിച്ച് സഹാബത്തിന് വസിയത്ത് കൊടുക്കുകയാണ്. ഉസീകും ബിൽ അൻസാർ, അൻസാറുകളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്. ഫഇന്നഹും കരിശി വൈബതി, തീർച്ചയായിട്ടും അൻസാറുകളായ ആളുകളുണ്ടല്ലോ അവരെന്റെ അടിവയറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്യാവശ്യമായ സാഹചര്യത്തിൽ അവർ എന്നെ സഹായിച്ചിട്ടുണ്ട്, അതാണ് ആ പ്രയോഗം, അവർ എന്റെ അടിവയറാണ്. അതുപോലെ തന്നെ വിശ്വാസം ഉള്ളവരാണ്, വിശ്വസിക്കാൻ പറ്റിയവരാണ്, അവർ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് അൻസാറുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയ സഹാബകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫഖദ് ഖദുല്ലദി അലൈഹിം വബഖിയല്ലദി ലഹും ഫഖബലൂ മിൻ മുഹ്സിനിഹിം വതജാവസു അൻ മുസീഅതിഹിം. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും അവർ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെല്ലാം കടമകൾ നിർവഹിക്കുവാൻ കഴിയുമോ ആ കടമകളെല്ലാം കൃത്യമായി നിർവഹിച്ചവരാണ് അൻസാറുകളായ ആളുകൾ. ഇപ്പോഴും അവർക്കുള്ള ഒരുപാട് അവകാശങ്ങൾ, നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ ഇനിയും അവർക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അൻസാറുകളായ ആളുകൾ അവരിൽ നിന്ന് ഫഖബലൂ മിൻ മുഹ്സിനിഹിം, അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. വതജാവസു അൻ മുസീഇഹിം, തീർച്ചയായിട്ടും എന്തെല്ലാം അബദ്ധങ്ങൾ അൻസാറുകളിൽ സംഭവിക്കുന്നുണ്ടോ, എന്തെല്ലാം തെറ്റുകൾ അൻസാറുകളിൽ സംഭവിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും അവരുടെ തെറ്റുകളോട് നിങ്ങൾ ക്ഷമ കാണിക്കണേ എന്ന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ വസിയത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് മഹാനായ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. അല്ലാഹു
സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ദുനിയാവ് വേണോ പരലോകം വേണോ, ദുനിയാവിലുള്ളത് വേണോ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് വേണോ എന്ന് ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഫഖ്താര ദാലിക്കൽ അബ്ദു മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ആ മനുഷ്യൻ ആ അടിമ സെലക്ട് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്. അബൂബക്കർ മഹാനായ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മുത്തുനബിയുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ അഥവാ അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് വേണോ പരലോകം വേണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ആ അടിമ എന്ത് ചെയ്തു? ഫഖ്താര ദാലിക്കൽ അബ്ദു മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് സെലക്ട് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. എന്താ അബൂബക്കർ കരയാനുള്ള കാരണം? ഞങ്ങൾക്ക് ആശ്ചര്യമായി. തീർച്ചയായിട്ടും കാരണം ആ ദാസൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അല്ലാഹുവിന്റെ ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് വേണോ അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളത് വേണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോ അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളത് മതി എന്ന് ആ അടിമ സെലക്ട് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ സഹാബത്തെല്ലാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാനുള്ള കാരണം ആ അടിമ ആരാണല്ലോ, ആ അടിമ മുത്തുനബിയാണ്, ആ അടിമ മുത്തുനബിയാണ്. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ സെലക്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതാർക്ക് മനസ്സിലായി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം മഹാനായ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാന അബൂബക്കർ അലിംനാ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളെക്കാൾ ഇൽമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇന്ന മിൻ അമന്നന്നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ, തീർച്ചയായിട്ടും സഹവാസത്തിലും സമ്പത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ കരുതൽ ഉണ്ടായിരുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്, എനിക്ക് ഏറ്റവും കൂടുതൽ കാവൽ തന്നത് അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖറതു അബൂബക്കർ, എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു കൂട്ടുകാരനെ ഞാൻ സെലക്ട് ചെയ്യുമായിരുന്നു എങ്കിൽ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃത്തായി ഞാൻ സ്വീകരിക്കുമായിരുന്നു എങ്കിൽ അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നേനെ. വലാകിൻ ഉഖബത്തുൽ ഇസ്ലാം വ മുഅബ്ബദതുഹു, അദ്ദേഹത്തോടുള്ള സ്നേഹം എന്നുള്ളത്, അദ്ദേഹം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കൂട്ടുകാരനല്ല, എന്റെ കൂട്ടുകാരൻ അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ ഞാനാണ്. എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന് പുറമെ ഞാനൊരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമായിരുന്നു എങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നേനെ. പക്ഷെ അല്ലാഹുവിന് പുറമെ ഞാനൊരു കൂട്ടുകാരനെയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹം ഈ മതത്തിലെ എന്റെ ഒരു സഹോദരനാണ്. ആ ഒരു പിന്നെ ആദർശബന്ധമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് എനിക്കുള്ളത്. ആ ആദർശ സ്നേഹമാണ്, ഇസ്ലാമിലുള്ള സ്നേഹമാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ളത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടെ കൂടിയ സഹാബത്തിനോട് റസൂൽ പറയുകയാണ്, ലാ യബ്ഖിയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുബ്ബ ഇല്ലാ അബൂബക്കർ, ഈ മസ്ജിദിന്റെ എല്ലാ കവാടങ്ങളും നിങ്ങൾ അടക്കണം, എല്ലാ കവാടങ്ങളും അടക്കണം. ഒരു കവാടമല്ലാതെ, ഒരു വാതിലല്ലാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കവാടമുണ്ടല്ലോ, അതൊരിക്കലും നിങ്ങൾ അടയ്ക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅമാ കാന ബിഹി മിൻ ശിദ്ദത്തിൽ മരീദ്,
സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വർദ്ധിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും മരണത്തിലേക്ക് അടുക്കുമ്പോൾ ശക്തമായ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാന യുസല്ലി ബിന്നാസി ജമിഅ സലവാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോടൊപ്പം നിന്ന് ഇമാമായി നിന്നിട്ട് എല്ലാ നമസ്കാരങ്ങളും ഇങ്ങനെ നിർവഹിച്ചു വരികയായിരുന്നു. حتى ذلك اليوم يوم الخميس قبل الوفاة بأربعة أيام. ഏതുവരെ നിസ്കരിച്ചു ജമാഅത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 4 ദിവസം മുമ്പ്, ഒരു വ്യാഴാഴ്ച ദിവസം, തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി മരിച്ചത്. വ്യാഴാഴ്ച വരെ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായിട്ട് സഹാബികളുമായിട്ട് നമസ്കരിച്ചു, ഇമാമായിട്ട് നിന്ന് നമസ്കരിച്ചു. ഫഅൻ ഉമ്മി ഫളൽ ബിൻത് ഹാരിസ് ഖാലത്ത്, മഹദിയായ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറു ഫിൽ മഗ്രിബി ബിൽ മുർസലാത്തി ഉർഫാ. വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുർസലാത്ത് ഓതിക്കൊണ്ടാണ് നിസ്കരിച്ചത് എന്ന് മഹദിയായ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ثم ما صللنا بعدها حتى قبضه الله. ആ നമസ്കാരത്തിന് ശേഷം, ആ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം വൽ മുർസലാത്ത് ഉർഫ എന്ന സൂറത്തു മുർസലാത്ത് ഓതിയിട്ട് നമസ്കരിച്ചതിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായിട്ട് നമസ്കരിച്ചിട്ടില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിച്ചിട്ടില്ല. മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വരെയാണ് സഹാബികളുമായിട്ട് റസൂലുള്ളാഹി ഇമാമായി ജമാഅത്തായി നമസ്കരിച്ചത്. പിന്നീട് പള്ളിയിലേക്ക് വരാൻ, ജമാഅത്ത് നമസ്കരിക്കാൻ, ഇമാമായി നിൽക്കാനുള്ള ത്വാഖത്ത് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. ഉമ്മ തഖുലൽ മറദു, റസൂലുള്ളാഹിന്റെ രോഗം ഇങ്ങനെ മൂർജിച്ച് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസം കഴിയും തോറും റസൂലുള്ളാഹിക്ക് ശക്തമായ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിഹൈസു ലം യസ്തതിഇൽ ഖുറൂജ ഇലൽ മസ്ജിദി. എത്രത്തോളം ആ വേദന എന്നറിയുമോ? ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി ഉള്ളത്. ആ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ ഹുജറയിൽ നിന്ന്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിന് പോലും റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. അത്രത്തോളം ശക്തമായ വേദന അനുഭവിക്കുകയാണ്. ആയിഷതു ദാലിക. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസ്ഥ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു തരികയുണ്ട്. ഹൈസു ഖാലത്ത്, മഹദി പറയുകയാണ്, തഖുലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശക്തമായ രോഗം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിച്ചു. ഫഖാല ഉസല്ലിന്നാസ്. ഈ സമയത്തെല്ലാം, വേദന അനുഭവിക്കുന്ന സമയത്തെല്ലാം റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആയിഷ ജനങ്ങൾ നമസ്കരിച്ചോ? ഉസല്ലിന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പറയുകയാണ്, അവർ നമസ്കരിച്ചിട്ടില്ല, അവർ താങ്കളെ ഇതാ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം കൊണ്ടുവരൂ, ഒരു പാത്രത്തിൽ എനിക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരൂ. അങ്ങനെ റസൂലുള്ളാഹിക്ക് വുളു എടുക്കാനുള്ള പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി, ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുമ്പോ, അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം റസൂലുള്ളാഹിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. പിന്നീട് ബോധം തിരിച്ചു കിട്ടുമ്പോൾ വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ജനങ്ങൾ നമസ്കരിച്ചോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുമായിട്ട് നമുക്ക് അടുപ്പമുണ്ടാകാനുള്ള ഒരു മാർഗം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അല്ലാഹുവിനെ എപ്പോഴും ഓർക്കാനുള്ള ഒരു മാർഗം നമസ്കാരമാണ്. മഹാനായ മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മൂസാ അബ്ദുനി, നീ എന്നെ ആരാധിക്കണം മൂസാ, നീ നമസ്കാരം നിർവഹിക്കണം മൂസാ, വാഖിമി സ്വലാത ലിദിക്രി, നീ നമസ്കാരം നിലനിർത്തും മൂസാ. ആ നമസ്കാരം എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും മൂസാ എന്ന് മഹാനായ മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതിൽ എത്ര ആളുകൾക്ക് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കാറുണ്ട്?
നമ്മൾ ഇന്ന് കൃത്യമായിട്ട് നമസ്കരിച്ചോ? ഇന്ന് നമ്മൾ പള്ളിയിൽ പോയോ? ജമാഅത്തിൽ പങ്കെടുത്തോ? സുബഹി നമസ്കരിച്ചോ? ഒന്ന് ആലോചിക്കുക വിശ്വാസികളെ. നമ്മൾ എന്തിനാ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്? നമ്മൾ എന്തിനാ ഖുത്ബ കേട്ടത്? നാളത്തെ സ്വർഗമാണല്ലോ നമുക്ക് ആവശ്യം, നാളത്തെ നരകമോചനമാണല്ലോ നമുക്ക് ആവശ്യം. അതാണല്ലോ നമ്മുടെ എല്ലാം ആഗ്രഹം. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ് 5 നേരത്തെ ഫർളായ നമസ്കാരം. അതിൽ എത്ര ആൾക്കാരാ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കാറുള്ളത്? മരണത്തിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, അസല്ലന്നാസ് അസല്ലന്നാസ് അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ നമസ്കരിച്ചോ? മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വരെ, മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്. അല്ലേ? നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടും? നമുക്ക് എങ്ങനെ വിജയം കിട്ടും? നമുക്കൊന്നിനും നേരില്ല. നമുക്ക് ഉറക്കമാണ് വലുത്, നമുക്ക് സമ്പത്താണ് വലുത്, നമുക്ക് കച്ചവടമാണ് വലുത്, മറ്റുള്ള ബിസിനസ്സുകളാണ് വലുത്. അല്ലാഹുവിനെ നമ്മൾ മറക്കുകയാണ്. ജീവിതത്തിൽ നിസ്കാരമില്ല, ധർമ്മങ്ങളില്ല, നോമ്പില്ല, നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളില്ല, ആവശ്യമില്ലാത്ത ശിർക്കുണ്ട്, കുഫറുണ്ട്, ബിദ്അത്തുണ്ട്. അതിനെല്ലാം നമ്മൾ തയ്യാറാണ്. ഇസ്ലാമിൽ ഇല്ലാത്ത നല്ലതല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ബിദ്അത്തുകൾ ചെയ്യാൻ നമ്മളെല്ലാം തയ്യാറാണ്. പക്ഷെ മുത്തുനബിയുടെ കൽപ്പനകൾ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി എടുത്തോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമസ്കാരം. ആ സമയത്ത്, അവസാന സമയത്ത് റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോ വീണ്ടും മറുപടി ലാ, നബി അവർ നമസ്കരിച്ചിട്ടില്ല. യന്തദിറൂനക യാ റസൂലല്ലാഹ്. ഇത് 2-3-4 തവണ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഅർസലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബീ ബക്കർ ബിഅൻ യുസല്ലി ബിന്നാസ്. ഒരു ദൂതനെ, പിന്നെ ഒരാളെ അയച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമായിട്ട് നമസ്കരിക്കാൻ പറഞ്ഞു. ഫഅതാഹു റസൂൽ. ആ സമയത്ത് ആ സന്ദേശവുമായിട്ട് ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലെത്തി. ഫഖാൽ, മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുക അൻ തുസല്ലിയ ബിന്നാസ്. മുത്തുനബി താങ്കളോട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയുന്നില്ല. പള്ളിയിലേക്ക് വരാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം റസൂലുള്ളാഹിക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അബൂബക്കറെ, താങ്കളോട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഫഖാല ലഹു ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, നീ ഒന്ന് ഇമാമായിട്ട് നിൽക്ക്, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഫഖാല ലഹു ഉമർ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, അൻത ഹഖു ബിദാലിക, എന്നേക്കാൾ കൂടുതൽ അതിന് യോഗ്യതൻ നീ തന്നെയാണ്, നിനക്കാണ് അതിന് യോഗമുള്ളത്, നീയാണ് അതിന് യോഗ്യനായിട്ടുള്ളത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫസല്ല അബൂബക്കറിൻ തിൽക അയ്യാം. ബാക്കിയുള്ള ദിവസങ്ങളിലുണ്ടല്ലോ, ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കുകയാണ്. ثم ان النبي صلى الله عليه وسلم وجد من نفسي خفا. അങ്ങനെ പിന്നെ മരണത്തോട് അടുക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരൽപ്പം ആശ്വാസം വന്നപ്പോ ഇലാ ഖറജ ബൈന റജുലൈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. അല്പം ആശ്വാസം കിട്ടിയപ്പോഴേക്കും പള്ളിയിലേക്ക് പുറപ്പെട്ട നമ്മുടെ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദഹുൽ അബ്ബാസ്. ആ 2 പേരിൽ ഒരാൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു ളുഹർ നമസ്കാരത്തിന് വേണ്ടിയാണ് പുറപ്പെട്ടത്. അബൂബക്കർ യുസല്ലി ബിന്നാസ്. ആ സമയത്ത് ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതാ ജനങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കുന്ന സാഹചര്യം. ഫലമ്മാ റഅഹു അബൂബക്കർ ദഹബ ലിയത്തഖറ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാഴ്ച കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്മാറാൻ വേണ്ടി, ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് പിന്മാറാൻ വേണ്ടി
തയ്യാറായപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ തന്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് മാറല്ലേ മാറല്ലേ മാറരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. ആ രണ്ടുപേരോട് പറഞ്ഞു, എന്നെ അബൂബക്കറിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇരുത്തൂ. ആ രണ്ടുപേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുക്കൽ കൊണ്ടുപോയി ഇരുത്തി. ഫഖാല ഫജഅല അബൂബക്കർ യുസല്ലി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നമസ്കാരം തുടരുകയാണ്. വഹുവ യതമ്മു ബിസലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച് നമസ്കരിച്ചു. അവിടത്തെ ഇമാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമാക്കിയിട്ട് നമസ്കരിച്ചു. പക്ഷേ ജനങ്ങൾക്ക് ഇമാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വന്നാസു ബിസലാത്തി അബൂബക്കർ, ജനങ്ങൾ ഇമാമാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമാക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയുമാണ്. കൃത്യമായി പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെയുള്ള ഇമാം നവവിയെ പോലെയുള്ള ആളുകൾ ഫത്ഹുൽ ബാരിയിലൂടെ അതുപോലെ തന്നെ ശറഹ് സ്വഹീഹ് മുസ്ലിമിലൂടെ ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇമാം എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുബല്ലിഗായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശബ്ദമില്ല. അല്ലാഹു അക്ബർ എന്ന് മുത്തുനബി പറയുമ്പോൾ അത് ഏറ്റു പറയുന്ന ജോലിയാണ്. അഥവാ ജനങ്ങൾക്ക് ഇമാമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫജാ ഫീ ബഅദി അൽഫാദി റിവായ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അന്ന ഉമ്മന ആയിഷ റളിയല്ലാഹു അൻഹു റാജഅതുഹു, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ പറയുകയാണ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഖാലത്ത് ഇന്ന അബൂബക്കർ റജുലുൻ ആസിഫ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഇമാമായി നിന്ന് നമസ്കരിക്കാൻ വേണ്ടി പറയൂ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന അബൂബക്കർ റജുലുൻ അസീഫ്, തീർച്ചയായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ കഴിയില്ല നബിയെ, അദ്ദേഹം ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇമാമായി നിസ്കരിക്കാൻ കഴിയില്ല. താങ്കൾ നിൽക്കുന്ന ഇമാമിന്റെ സ്ഥാനത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നാൽ അദ്ദേഹം കരയും നബിയെ, അദ്ദേഹത്തിന് ഖുർആൻ പാരായണം ഓതി പൂർത്തിയാക്കാൻ കഴിയില്ല. ഫഖാല, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കാൻ പറയൂ. വീണ്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇത് ആവർത്തിച്ചപ്പോൾ, 2-3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു, ഇന്നകുന്ന സവാഹിബു യൂസഫ്, നിങ്ങൾ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ കൂട്ടുകാരികളെ പോലെ, അഥവാ പിന്നെ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച പ്രഭുവിന്റെ സുന്ദരിയായ ഭാര്യയുണ്ടല്ലോ, ഈ പ്രഭുവിന്റെ ഭാര്യയാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ തിന്മയിലേക്ക് ക്ഷണിച്ചത് എന്ന് ഇവര് പറഞ്ഞപ്പോ ആ പിന്നെ പ്രഭുവിന്റെ ഭാര്യ പരിഹാസത്തിനിരയായപ്പോ അവിടെ തന്നെ പരിഹസിച്ച കളിയാക്കിയ സ്ത്രീകളെയെല്ലാം കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ പണം കൊടുത്തിട്ട് അവരുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ അവരുടെ മുമ്പിലൂടെ നടത്തിയിട്ട് ആ സ്ത്രീകളോട് ആ പ്രഭുവിന്റെ ഭാര്യ പറഞ്ഞു, ആ പഴം മുറിക്കാൻ പറഞ്ഞപ്പോ അവർ മുറിച്ചത് പഴമല്ല, അവരുടെ സ്വന്തം കരങ്ങളാണ്. അവിടെയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം ഉയർത്തിയിട്ട് പറയുകയാണ്, ഇന്നകുന്ന സവാഹിബു യൂസഫ്, തീർച്ചയായിട്ടും നിങ്ങൾ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്ത്രീകളുണ്ടല്ലോ, യൂസഫിന്റെ കൂട്ടുകാരികളെ പോലെയാണ്. മുറു അബൂബക്കർ ഫൽയുസല്ലി, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പിന്നെ ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കാൻ പറയൂ. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ചു. ഇങ്ങനെയും ഒരു
റിവായത്തുണ്ട്, രണ്ട് റിവായത്തുണ്ട്, രണ്ടും സഹിയാണ്. ജനങ്ങൾക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്ന് നമസ്കരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു എന്നും നമുക്ക് സഹിഹായ ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി ഇമാമായിട്ടല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലാണ് നമസ്കരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതായാലും നമുക്ക് കാണാൻ കഴിയും പിന്നീടുള്ള ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം قبل يوم من الوفاة يوم الأحد أعتق النبي صلى الله عليه وسلم في المعنى ഇക്കാറായിട്ടുണ്ട്. ഇനി ദിവസങ്ങൾ അധികമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായപ്പോ മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് അഥവാ ഞായറാഴ്ച ദിവസം ഖബല യൗമിൻ മിനൽ വഫാത്ത് മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം ആതകൻ നബി ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടിമകളെ എല്ലാം മോചിപ്പിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുകയാണ്. ഫതസദ്ദഖ ബിസബഅതി ദനാനീർ ഫതസദ്ദഖ ബിസബഅതി ദനാനീർ കാനത് ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 7 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. 7 ദീനാർ വില മതിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അതെല്ലാം പാവപ്പെട്ടവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയായി കൊടുക്കുകയാണ്. എല്ലാ സമ്പത്തും സദഖയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വവഹബൽ മുസ്ലിമീന അസ്ലിഹതഹു തന്റെ ആയുധങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മുസ്ലിങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. വഖബല യൗമിൻ മിനൽ വഫാത്തി ഇത് മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പുള്ള അവസ്ഥയാണ്. വഫിൽ ലൈലി ഇസ്തിആറത്തു ആയിഷത്തു സൈദലിൽ മിസ്ബാഹി മിൻ ജാറതിഹാ ഇദാ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള ആ വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല. ആ എണ്ണ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് കടം വാങ്ങിയിട്ട് വിളക്ക് കത്തിക്കുകയാണ്. നബിയുടെ അവസാന നിമിഷങ്ങളായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. നമ്മുടെ നേതാവ് ജീവിച്ചത് ദുനിയാവിന് വേണ്ടിയല്ല. നമ്മുടെ നേതാവ് ജീവിച്ചത് ദുനിയാവിന് വേണ്ടിയല്ല. എല്ലാ സമ്പത്തും നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ അധ്വാനിച്ച്, നമ്മൾ കഷ്ടപ്പെട്ട്, നമ്മൾ ചോരനീരാക്കി പണിയെടുത്ത ആ നമ്മുടെ സമ്പത്തുണ്ടല്ലോ, ഇന്നൊരൽപ്പം പള്ളിയിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് സഹിക്കില്ല, നമ്മുടെ വീട്ടുകാർക്ക് അത് താല്പര്യമില്ല. അതിന്റെ പേരിൽ എത്രയെത്ര ഉപ്പമാരാണ്, എത്രയെത്ര പിതാക്കന്മാരാണ് വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടവർ. മുത്തുനബിയുടെ അവസാന നിമിഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തന്റെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് പിന്നെ സദഖയായി കൊടുത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തന്റെ ആയുധങ്ങളെല്ലാം പിന്നെ സഹാബികൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെയെല്ലാം കൊടുത്തിട്ട് തന്റെ വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ഇല്ല, വിളക്ക് ഒഴിക്കാനുള്ള എണ്ണയില്ല. ആ എണ്ണ ഇതാ അയൽവാസിയുടെ വീട്ടിൽ പോയി കടം വാങ്ങുകയാണ്. ഈ രൂപത്തിലാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ. ആഖിറ യൗമിൻ മിനൽ ഹയാത്ത് യർവി ലനാ ദാലിക അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഫയഖൂൽ ഇന്നൽ മുസ്ലിമീന ബൈനഹും ഫീ സ്വലാത്തിൽ ഫജ്ർ മിൻ യൗമിൽ ഇസ്നൈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ വഫാത്ത് അത് നീണ്ട ചരിത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു ഖുത്ബയിൽ പോലും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ വിശദീകരിക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫാത്താകുന്ന അവസാന ദിവസം അഥവാ തിങ്കളാഴ്ച ദിവസം ആ സമയത്തുണ്ടല്ലോ ഇദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന അന്നത്തെ ദിവസം ജനങ്ങൾ സുബ്ഹി നമസ്കാരം നിർവഹിക്കുകയാണ്. അതിനുള്ള സമയമായിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം സുബ്ഹി നമസ്കാരത്തിനുള്ള സമയമായപ്പോ അബൂബക്കർ യുസല്ലാ ലഹും അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് നിന്നിട്ട് അവർ നമസ്കരിക്കുകയാണ്. ലം യഫ്തഹും ഇല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് കശഫ സിത്ര ഹുജറത്തി ആയിഷ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കവാടത്തിലുള്ള കർട്ടൻ നീക്കി പള്ളിയിലേക്ക് നോക്കിയപ്പോ ഫനവറ ഇലൈഹിം വഹും ഫീ സുഫൂഫി സ്വലാ
അവിടെ ജനങ്ങൾ സഫായിട്ട് നിൽക്കുന്ന കാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി കാണുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച കണ്ടപ്പോ സഹാബത്ത് സഫ് ശരിയാക്കിക്കൊണ്ട് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് സന്തോഷമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ഈ സമയത്ത് ഫനകസ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലാ അഖബൈഹി ലിയസ്ലിൽ സഫ. ഈ സമയത്ത് ഇദാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നത് കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നോക്കുന്ന കാഴ്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ അവിടെ നിന്ന് ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങാൻ വേണ്ടി തയ്യാറായപ്പോ വലന്ന അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു അൻ യഖ്റുജ ഇല സ്വലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോ ഫഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫഹമ്മൽ മുസ്ലിമൂന അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം ഫർഹം ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമോ എന്ന് അവർ ആലോചനപ്പെടുത്തിയപ്പോ ഫഅശാറ ഇലൈഹിം ബിയദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അത്തിമു സ്വലാത്തക്കും. ദാ റസൂലുള്ളാഹി വീണ്ടും കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരം പൂർത്തിയാക്കൂ. നമസ്കാരം പൂർത്തിയാക്കാൻ പറഞ്ഞു. തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരമാണ്. ثم دخل الحجرة فارخى السترة. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ട് ആയിഷ ബീവിയുടെ ഹുജറയിലേക്ക് വീട്ടിലേക്ക് പ്രവേശിച്ചിട്ട് കർട്ടൻ നീക്കിയിട്ട് ثم لم يأتي على رسول الله صلى الله عليه وسلم وقت الصلاة الأخرى. അതിനുശേഷം ആ സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. പിന്നീടുള്ള ദുഹറിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ടായിട്ടില്ല. ആ നമസ്കാരത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിക്കുകയാണ്. ദുഹറിന്റെ മുമ്പുള്ള ളുഹയുടെ സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ഇബ്നത്തുഹു ഫീ ശക്വാഹു അല്ലദീ ഖുദിറ ഫീഹി. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. തന്റെ അവസാന സമയമാണ്. ഫാത്തിമ ബിബിയെ വിളിച്ചിട്ട് ഫസാറഹ ബിശൈഇൻ, ഒരു രഹസ്യം പറഞ്ഞപ്പോൾ, ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ സ്വകാര്യം കേട്ടിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കരയുകയാണ്. പിന്നീട് മറ്റൊരു സ്വകാര്യം മുത്തനബി പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചുപോയി. കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് ഫാത്തിമ, എന്താണ് താങ്കളോട് മുത്തനബി പറഞ്ഞത്? ആദ്യം ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ നീ കരഞ്ഞല്ലോ, രണ്ടാമത് സ്വകാര്യം പറഞ്ഞപ്പോൾ നീ ചിരിച്ചല്ലോ. എന്താണ് മുത്തനബി താങ്കളോട് പറഞ്ഞത്, നിന്നോട് പറഞ്ഞത് എന്ന് ഫാത്തിമ ബീവിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബർനി അന്നഹു യുഖ്ബദു ഫീ വജ്ഇ അല്ലദീ തുവഫിയ ഫീ ഫബഖൈത്. ഈ വേദനയോട് കൂടി ഈ സമയത്ത് ഇതാ ഞാൻ മരിക്കുകയാണ്. ഇതിനുശേഷം ഈ വേദനയ്ക്ക് ശേഷം ഞാൻ ഉണ്ടാവുകയില്ല, എന്റെ മരണം സംഭവിക്കുകയാണ് എന്ന വാർത്തയാണ് ആദ്യം എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പിന്നീട് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ പിന്തുടരുന്നത്, ആദ്യമായിട്ട് ഇനി എനിക്ക് ശേഷം മരിക്കുന്നത് ഫാത്തിമ നീയായിരിക്കുമെന്ന് എന്നോട് സ്വകാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഫാത്തിമ ബീവിയെ കുറിച്ച് ഇദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് സന്തോഷ വാർത്ത? ഫാത്തിമ നീ ലോകത്തുള്ള സത്യവിശ്വാസികളായ സ്ത്രീകൾക്ക് മുഴുവൻ നേതാവാണ് ഫാത്തിമ, നീ അവർക്കുള്ള നേതാവാണ് ഫാത്തിമ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇദാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫലമ്മാ തഖുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല യതഗശാ.
റസൂലുള്ളാഹിന്റെ ബോധം ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അലസത അനുഭവപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിന്റെ തൊട്ട് മുമ്പ് ശക്തമായ വേദന അനുഭവപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ വേദന കണ്ടിട്ട്, റസൂലുള്ളാഹിന്റെ പ്രയാസം കണ്ടിട്ട് ഇതാ ഫാത്തിമ ബീവി പറയുകയാണ്, എന്തൊരു വേദനയാണ്, എന്തൊരു പ്രയാസമാണ് വാപ്പാ നിങ്ങൾ അനുഭവിക്കുന്നത്. ഫാത്തിമ ബീവിയുടെ ചോദ്യമാണ്, അപ്പാ എന്തൊരു വേദനയാ, എന്തൊരു വേദനയാ തങ്ങൾ അനുഭവിക്കുന്നത്. ഫാത്തിമ ബീവിയോട്, തന്റെ പൊന്നാര മകളോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നത്തെ ഈ വേദനയ്ക്ക് ശേഷം ഇല്ല മോളെ, ഇനി വാപ്പാക്ക് വേദന അനുഭവിക്കേണ്ടി വരില്ല. ഈ വേദനയ്ക്ക് ശേഷം ഒരു വേദന വാപ്പാക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. രണ്ടുപേരെയും വിളിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും ചാരത്തേക്ക് വിളിച്ചിട്ട് രണ്ടുപേരെയും റസൂലുള്ളാഹി ചുംബിക്കുകയാണ്. അവരെ കുറിച്ച് നല്ല വസിയത്ത് കൊടുക്കുകയാണ്, നല്ല ഉപദേശം കൊടുക്കുകയാണ്. അവരെ പ്രത്യേകം പരിഗണിക്കണം, അവരെ പ്രത്യേകം പരിഗണിക്കണം, ഹസനെയും ഹുസൈനെയും പ്രത്യേകം പരിഗണിക്കണമെന്ന വസിയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ട് തന്റെ ഭാര്യമാരെയെല്ലാം വിളിച്ചെടുത്ത് ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, അവർക്ക് വേണ്ടുന്ന വസിയത്തുകൾ എല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. മരണത്തിലേക്കുള്ള വേദന അനുഭവിക്കുന്ന സമയം, മരണത്തിലേക്കുള്ള വേദന അനുഭവിക്കുന്ന സമയം, ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖദ് ളഹറ അസറു സമ്മില്ലദി അകലഹു ബിഖൈബർ. ഖൈബറിൽ ഒരു ജൂതപ്പെണ്ണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആട്ടിറച്ചിയിൽ വിഷം പുരട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെയും മൂട്ടിയപ്പോ അതിലൊരൽപ്പം വിഷം റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഖൈബറിൽ ആട്ടിറച്ചിയിൽ ആ ചൂതപ്പെണ്ണ് എന്റെ പിന്നെനിക്ക് വിഷം പുരട്ടിയ മാംസം നൽകി എന്നെ ഊട്ടിയല്ലോ, ആ വിഷത്തിന്റെ കാഠിന്യം ഞാനിതാ ആയിഷ ഇന്ന് അനുഭവിക്കുന്നു എന്ന്. ഇതാ അത് എന്റെ നാഡീ നരമ്പുകളെ, എന്റെ ധമനികളെ പിടിച്ചു മുറുക്കുന്നു ആയിഷ എന്ന് മരണത്തിന്റെ അവസാന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കൊന്നതാ നമ്മുടെ മുത്തുനബിയെ ജൂതന്മാര് കൊന്നതാ. ഖൈബറിന്റെ വേളയിൽ ഒരു ജൂതപ്പെണ്ണ് ആട്ടിറച്ചി കൊടുത്തപ്പോ ആ ആട്ടിറച്ചിയിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിഷത്തിന്റെ കാഠിന്യം മരണത്തിന്റെ വേളയിൽ അനുഭവിക്കുമ്പോ അത് എന്റെ നാഡീ ധമനികളെ പിടിച്ചു മുറുക്കുന്നു ആയിഷ എന്ന് പറയുന്നു. ഈ വാക്കുകൾ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മുത്തുനബി മരിച്ചത് ഷഹീദായിട്ടാണ് ട്ടോ, നമ്മുടെ മുത്തുനബി മരിച്ചത് ഷഹീദായിട്ടാണ് ട്ടോ എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മരണത്തിന്റെ വേദന അനുഭവിച്ച് പ്രയാസപ്പെടുന്നു. അവസാനം ഞാൻ ചുരുക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് സമയമായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് വളരെയധികം സന്തോഷത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയുമോ? എന്റെ വീട്ടില്, എന്റെ മടിത്തട്ടില്, എന്റെ നെഞ്ചത്ത് തലവെച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. മരിക്കുന്ന സമയത്ത് എന്റെയും അദ്ദേഹത്തിന്റെയും ഉമ്മനീരുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർത്തു. ചരിത്രം ഇനിയും ഒരുപാട് വിശദീകരിക്കാനുണ്ട് വിശ്വാസികളെ. സംഭവം എന്താ? അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു പല്ല് പിന്നെ ഒരു മിസ്വാക്കുമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ നെഞ്ചത്ത് കിടന്ന് മടിത്തട്ടിൽ കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് വൃത്തിയാക്കാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
ചോദിക്കുകയാണ് നബിയെ ആ മിസ്വാക്ക് ആവശ്യമുണ്ടോ? ഞാൻ ആയിഷ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിക്കൊണ്ട് വന്നപ്പോ അതൊരിപ്പം കടുത്തതായിരുന്നു. ചോദിച്ചു നബിയെ അത് എന്റെ പല്ലുകൊണ്ട് കടിച്ച് ഞാൻ അത് ലോലമാക്കി തരട്ടെയോ? ഞാൻ ആയിഷ ആവശ്യപ്പെട്ടപ്പോ ഇതാ റസൂലുള്ളാഹിന്റെ വായിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പായി എന്റെ വായിലേക്ക് ഇട്ടിട്ട് അത് ഞാൻ കടിച്ച് മൃദുവാക്കിയിട്ടാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തത്. മറ്റൊരു ഭാര്യമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം എന്റെ വീട്ടില് എന്റെ നെഞ്ചത്ത് കിടന്ന് ഇദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെയും അദ്ദേഹത്തിന്റെയും ഉമിനീരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടു കൂടി പറയുമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മായി ഫയംസഹു ബിഹാ വജ്ഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചതിനു ശേഷം ഇതാ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ആ പാത്രത്തിലേക്ക് കൈയിട്ടിട്ട് ആ വിദാ റസൂലുള്ളാഹി തന്റെ മുഖം തടയുകയാണ്. യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. സുമ്മന സബയദഹു അദ്ദേഹത്തിന്റെ കൈ ഇത് ആകാശത്തിലേക്ക് അദ്ദേഹം ഉയർത്തിയിട്ട് ഫജഅല യഖൂൽ ഫീ റഫീഖിൽ അലാ. എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, എന്റെ കൂട്ടുകാരൻ അതെന്റെ റബ്ബ് മാത്രമാണ്, എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബ് മാത്രമാണ്. എന്റെ കൂട്ടുകാരനിലേക്ക് ഞാനിതാ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ ഖുബിദ വമാലത്ത്. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ഉയർത്തിയ കരങ്ങളുണ്ടല്ലോ, ആ കരങ്ങൾ താഴേക്ക് വീഴുന്നത് വരെ, മരണം സംഭവിച്ചിട്ട് താഴേക്ക് വീഴുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാ റഫീഖിൽ അലാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. 12-ാം തീയതിയാ ഈ സംഭവം. ളുഹറിന്റെ മുമ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് ളുഹറിന്റെ മുമ്പ് ദുഹാ സമയത്താണ് നബി മരണപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അമലമൽ മദീന, മദീന മുഴുവൻ ഇരുട്ടിലായ ദിവസം, മദീനയുടെ മൺതരികൾ നനഞ്ഞു പോയ ദിവസം, സഹാബത്ത് നാട് വിട്ടുപോയ ദിവസം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദിവസത്തിൽ സഹാബത്തിന് സഹിക്കാൻ കഴിയാത്ത ദിവസം, റസൂലുള്ളാഹി ഇല്ലാത്ത നാട്ടിൽ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിട്ടുപോയി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. വർഷങ്ങൾക്ക് ശേഷം ഇതാ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോൾ ബോധരഹിതനായി വീഴുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ വഫാത്ത് അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. മദീന മുഴുവൻ ഇരുട്ടിലായ ദിവസം റബീഉൽ അവൽ 12. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചത്? രാവിലെ മുതലേ തുടങ്ങിയതാ പായസം വിളമ്പുന്നു, മിഠായി വിളമ്പുന്നു. ആരാ സന്തോഷിച്ചത്? റബീഉൽ അവൽ 12 ആരാ സന്തോഷിച്ചത്? മുസ്ലിം ഉമ്മത്തല്ല, സഹാബത്തല്ല, അയിമ്മത്തല്ല, താബിഈങ്ങളല്ല, തബഉത്താബിഈങ്ങളല്ല, ലോകത്ത് കഴിഞ്ഞു പോയ ഒരു ഉലമാവും സന്തോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ കൊന്നത് ജൂതനാണ് ട്ടോ. റസൂലുള്ളാഹിന്റെ മരണവാർത്ത കേട്ടിട്ട് സന്തോഷിച്ചത് ജൂതനാണ് ട്ടോ. ഇന്നത്തെ ദിവസം ഇതാ റബീഉൽ അവൽ 12 സുബഹി നമസ്കാരം കഴിഞ്ഞു. ജാഥയാണ്, ആഘോഷമാണ്, സന്തോഷമാണ്. പായസം വിളമ്പി, മിഠായി വിളമ്പി, ലഡു വിളമ്പി, മധുരപലഹാരങ്ങൾ വിളമ്പി. ഇതാ പോത്ത് ബിരിയാണി, കോഴി ബിരിയാണി, ആട് ബിരിയാണി കഴിക്കാൻ പോകുന്നു. എന്ത് പറ്റിപ്പോയി മുസ്ലിം ഉമ്മത്തിന്? എന്ത് പറ്റിപ്പോയി? എങ്ങനെ സാധിക്കുന്നു? പ്രിയമുള്ളവരെ, ദീനിലില്ലാത്തൊരു കാര്യം കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ ആഘോഷിക്കുമ്പോ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിയിൽ വിശ്വസിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പിൻപറ്റണം, റസൂലുള്ളാഹി കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ സ്വീകരിച്ചോ, അല്ലാത്തതിനെ എല്ലാം ഒഴിവാക്കിക്കോ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകട്ടെ. ഹിദായത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നാളെ സ്വർഗ്ഗം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ജീവിതത്തിൽ മുത്തനബിയെ നമ്മൾ കണ്ടിട്ടില്ല, ജീവിതത്തിൽ മുത്തനബിയെ നമ്മൾ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ, ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാം നമുക്ക്. ഇതിനേക്കാൾ വലിയ മുസീബത്ത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്ത് മുസീബത്ത് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു വഫാത്ത് സംഭവിച്ച ആ മുസീബത്ത് ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ മുസീബത്ത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് ശരിയായ മുസ്ലിമായി അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.